ഹായ് ഹലോ വെൽക്കം ടു ബിറ്റ് യുവർ കരിയർ. ബിറ്റ് യുവർ കരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാത്സിലെ സ്ക്വയർ റൂട്ടാണ് നോക്കുന്നത്. സ്ക്വയർ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം, ഒരു നമ്പർ തന്നാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കാണാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം 1 to 10 വരെയുള്ള 1 മുതൽ 10 വരെയുള്ള സ്ക്വയേഴ്സ് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പൊ എന്താണ് സ്ക്വയർ, എന്താണ് സ്ക്വയർ റൂട്ട് എന്നൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഇപ്പം 9 എന്ന് പറയുന്നത് 3യുടെ സ്ക്വയർ ആണ്, ആൻഡ് 3 എന്ന് പറയുന്നത് എന്താണ്, 9ന്റെ സ്ക്വയർ റൂട്ട് ആണ്. 16 എന്ന് പറയുന്നത് 4ന്റെ സ്ക്വയർ ആണ്, 16ന്റെ സ്ക്വയർ റൂട്ട് ആണ് 4. അതാണ് കാര്യം. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, യൂണിറ്റ് ഡിജിറ്റ്സ് ശ്രദ്ധിക്കണം. ഇപ്പം ഒരു സ്ക്വയറിന്റെ ഒരു നമ്പർ നമുക്ക് തരാണ്, ഒരു പെർഫെക്റ്റ് സ്ക്വയർ തരാണ്, അതിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 അല്ലെങ്കിൽ 9 ആയിരിക്കും. ബിക്കോസ് 1ന്റെ സ്ക്വയർ 1 ആണ്, 9ന്റെ സ്ക്വയർ 81 ആണ്. ഈ രണ്ട് നമ്പേഴ്സിലാണ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ 1 വരുന്നത്. സോ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 9 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 4 എന്ന് തന്നാൽ സ്ക്വയർ റൂട്ടിൻ്റെത് എന്തായിരിക്കും, 2 അല്ലെങ്കിൽ 8 ആയിരിക്കും. ബിക്കോസ് 2 എന്ന് പറഞ്ഞാൽ 4 ആണ്, 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. അടുത്തത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 9 എന്നാണെങ്കിൽ നമ്മുടെ സ്ക്വയർ റൂട്ട് എന്തായിരിക്കും, 3 അല്ലെങ്കിൽ 7 ആയിരിക്കും യൂണിറ്റ് ഡിജിറ്റ്. ഇനി പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് 4 അല്ലെങ്കിൽ 6 ആയിരിക്കും. പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 0 ആണെങ്കിൽ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റും എന്ത് തന്നെ ആയിരിക്കും, 0 എന്ന് തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് എന്തായാലും ഓർത്തു വെക്കണം. നമുക്ക് ഏത് സ്ക്വയർ റൂട്ടോ അല്ലെങ്കിൽ സ്ക്വയറോ കണ്ടുപിടിക്കാൻ കുറേയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഇത്. അപ്പൊ ഈ തന്നിരിക്കുന്ന 6 നമ്പറുകൾ മാത്രമേ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുള്ളൂ. ഓക്കെ, എന്ന് വെച്ച് ഇത് യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന എല്ലാ നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയർ എന്നല്ല പറയുന്നത്. പക്ഷെ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഈ 6 നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഡിജിറ്റിലെ നമ്പേഴ്സ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റിലെ നമ്പേഴ്സിനെയും നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെയാണ് ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണുക എന്ന് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ 625 എന്നൊരു നമ്പറാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ നമ്പേഴ്സ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയർ ചെയ്യാണ്. അപ്പൊ 25 ഒരെണ്ണാക്കിയിട്ട് എടുത്തു, 6നെ ഒരു പാർട്ടാക്കിയിട്ട് എടുത്തു. 3 ഡിജിറ്റ്സ് വെച്ച് മാത്രമേ നമുക്കിത് ചെയ്യേണ്ട കാര്യമുള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഡിജിറ്റിലെ ലാർജസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ 81 ആണ്, അത് 9ന്റെ സ്ക്വയർ ആണ്. 10 വരെയുള്ള സ്ക്വയേഴ്സ് എന്തായാലും പഠിക്കുന്നത് കൊണ്ട് നമുക്ക് 2 ഡിജിറ്റ്സിന്റെ പ്രത്യേകിച്ച് മെത്തേഡ്സും ടിപ്സും ട്രിക്സും ഒന്നും ആവശ്യമില്ല. 3 ഡിജിറ്റ് മുതലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. 25 ഒരു പാർട്ടും 6 ഒരു പാർട്ടും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി 25 എടുത്ത് നോക്കി. 25ന്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. സോ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്, 5 ആയിരിക്കും. അവിടെ ഓപ്ഷൻസ് ഒന്നും ഇല്ല അല്ലെ, 5 തന്നെ ആയിരിക്കും. ഇനി നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് ആണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഡിജിറ്റ് നോക്കുമ്പോൾ 6 എന്നാണ് നമുക്കുള്ളത്. നമ്മൾ എന്താ ചെയ്യണം, 6ന് അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. 9 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്, 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. നമ്മൾ എപ്പോഴും ചെറിയ നമ്പർ ആണ് എടുക്കുക. സോ ഇവിടെ എന്തെടുക്കും, 2 എടുക്കും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, 25 സ്ക്വയർ ആണ് 625 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു 3 ഡിജിറ്റ് നമ്പർ കിട്ടിയാൽ അതിനെ 2 പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. ആദ്യത്തെ പാർട്ടിന്റെ നമ്മൾ എന്ത് ചെയ്തു, യൂണിറ്റ് ഡിജിറ്റ് നോക്കി. യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ട് നമ്മൾ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഫിക്സ് ചെയ്തു. ഫസ്റ്റ് നമ്പർ എടുത്തു. ഫസ്റ്റ് നമ്പർ എടുത്തിട്ട് എന്ത് ചെയ്തു, അതിന് അടുത്തുള്ള 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എടുത്തു. എന്നിട്ട് അതിലെ സ്മോളസ്റ്റ് സ്ക്വയറിന്റെ പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഫസ്റ്റ് നമ്പർ ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ 25 എന്നിവിടെ കിട്ടുന്നത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അടുത്തത് 324.
324 നമ്മൾ എന്ത് ചെയ്തു, രണ്ട് പാർട്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. 24 ഒരു പാർട്ടും 3 ഒരു പാർട്ടും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ഇവിടെ 4 ആണ്. 4 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. സ്ക്വയർ റൂട്ടിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. യൂണിറ്റ് ഡിജിറ്റിൽ 2 അല്ലെങ്കിൽ 8 വരാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഫൈൻ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 2 അല്ലെങ്കിൽ 8 ആണെന്ന് ഇവിടെ നോക്കി വെക്കാം. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് നമ്പർ വേണം. അപ്പൊ 3 ആണ് അല്ലേ. 3യുടെ അടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഇവിടെ 4ഉം ഉണ്ട്, ഇവിടെ 1ഉം ഉണ്ട്. നമ്മളിവിടെ 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്, 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ആണ്. നമ്മൾ എന്താ എടുക്കേണ്ടത്, സ്മോളസ്റ്റ് നമ്പർ ആണ് എടുക്കേണ്ടത്. സോ 1. അപ്പൊ എന്ത് മനസ്സിലായി, ഒന്നുകിൽ 12 അല്ലെങ്കിൽ 18 ആയിരിക്കും എന്ത് 324ന്റെ സ്ക്വയർ റൂട്ട്. നമുക്ക് ആക്ച്വലി ഇവിടെ നിന്ന് തന്നെ അറിയാം 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 ആയതുകൊണ്ട് തന്നെ ഇത് 18ന്റെ സ്ക്വയർ ആയിരിക്കും എന്നറിയാം. എന്നാലും നമുക്ക് ഒരു മെത്തേഡ് കൂടെ ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 1 എന്ന് എടുത്തു അല്ലെ. 1 എന്ന് എടുത്താൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് 1ന്റെ തൊട്ടടുത്തുള്ള നമ്പർ വെച്ച് അതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 into 2 2 എന്ന് കിട്ടി. ഈ 2 എന്ന് പറയുന്നത് 2 is less than 3. അപ്പോൾ 2 എന്താണ്, നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന നമ്പർ, അതായത് നമ്മൾ ഏത് നമ്പറിനെ ആണോ ചെക്ക് ചെയ്തത് ആ നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന, നമ്മൾ ഏത് നമ്പർ എടുക്കണം, വലിയ നമ്പർ എടുക്കണം. അതായത് ഈ നമ്പർ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്, 3 ഈസ് ഗ്രേറ്റർ ദാൻ 2. 3 ആണ് വലുത്. 3 വലുതായതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഏത് നമ്പർ എടുക്കണം, വലിയ നമ്പർ എടുക്കണം. അതേതാണ്, 8 ആണ്. സോ നമുക്കിവിടെ എന്ത് മനസ്സിലായി, 18 സ്ക്വയർ ആണ് എന്തെന്ന് പറയുന്നത് 324 എന്ന് പറയുന്നത്. അപ്പൊ മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. രണ്ട് പാർട്ട് ആക്കിയിട്ട് അത് നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ അവിടെ 2ഉം 8ഉം എഴുതി, ഇവിടെ നമ്മൾ 1 കൊണ്ടുവന്നു. ഇനി ചെയ്യേണ്ടത് രണ്ട് നമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ 1ന്റെ തൊട്ടടുത്തുള്ള നമ്പർ വെച്ച് 1നെ മൾട്ടിപ്ലൈ ചെയ്തു. ആ കിട്ടുന്ന ആൻസറും നമ്മൾ ഏതാണോ ചെക്ക് ചെയ്തത് ആ നമ്പറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത നമ്പർ വലുതാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ യൂണിറ്റ് ഡിജിറ്റിലെ ഓപ്ഷൻസിലെ വലിയ നമ്പർ ആയിരിക്കണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി അത് ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്ത നമ്പർ ആണ് മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനേക്കാൾ ചെറുതെങ്കിൽ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പേഴ്സിന്റെ ചെറിയ നമ്പർ ആയിരിക്കണം എടുക്കേണ്ടത്. മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഒരെണ്ണം കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. അപ്പൊ ഇത് 4 ഡിജിറ്റ് ആണ്. ഓക്കെ, അപ്പൊ 4356 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 56ന്റെ യൂണിറ്റ് ഡിജിറ്റിൽ 6 ആണ് വരുന്നത്. 6 വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്, 4 ആയിരിക്കാം അല്ലെങ്കിൽ 6 ആയിരിക്കാം. സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ 4 അല്ലെങ്കിൽ 6 ആയിരിക്കാം വരുന്നത്. അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കണം. അപ്പൊ 43യുടെ തൊട്ടടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 49 ഉണ്ട്, പിന്നുള്ളത് 36 ആണ്. അപ്പൊ നമുക്ക് 49 എന്ന് പറഞ്ഞാൽ 7 സ്ക്വയർ ആണ്, 36 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ ആണ്. അപ്പൊ എന്താ അവിടെ എടുക്കേണ്ടത്, അവിടെ നമ്മൾ എടുക്കേണ്ടത് 6 ആണ്, കാരണം 6 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പൊ 6 എടുത്തു. ഇനി നമുക്ക് അടുത്ത ഡിജിറ്റ് ആണ് നോക്കേണ്ടത്. അത് ഒന്നുകിൽ 4 ആയിരിക്കും അല്ലെങ്കിൽ 6 ആയിരിക്കും. അപ്പൊ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 6 into 7 ചെയ്തു. 6 into 7 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 42 ആണ്. 42 എന്ന് പറഞ്ഞാൽ എന്താണ്, 43 ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ് 42. 42നേക്കാൾ വലുത് 43 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഏത് നമ്പർ എടുക്കണം, വലിയ നമ്പർ എടുക്കണം. അതായത് 6 ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ എന്ത് മനസ്സിലായി, 66ന്റെ സ്ക്വയർ ആണ് 4356 എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ രണ്ട് നമ്പേഴ്സ് ആണെങ്കിലും നമ്മൾ രണ്ട് പാർട്ട് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആദ്യത്തെ പാർട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് നോക്കി യൂണിറ്റ് ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക.
അതിന് തൊട്ട് മുന്നേ ഉള്ള ബാക്കിയുള്ള പാർട്ടിന്റെ അടുത്തുള്ള രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എടുത്തു വെച്ചിട്ട് അതിൽ സ്മോളസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടിനെയാണ് നമ്മൾ എന്തെടുക്കേണ്ടത്, ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. യൂണിറ്റ് ഡിജിറ്റ് രണ്ടെണ്ണം കണ്ടുവച്ചത് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഡിജിറ്റിനെ അതിന്റെ തൊട്ടടുത്തുള്ള ഡിജിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെയ്ത നമ്പറിനേക്കാൾ ചെറുതാണെങ്കിൽ, അതായത് നമ്മൾ ചെക്ക് ചെയ്ത നമ്പറാണ് വലുതെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള യൂണിറ്റ് ഡിജിറ്റ്സിൽ വലിയ നമ്പർ വേണം ചൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ തോന്നുമെങ്കിലും ഇത് ചെയ്തു വരുമ്പോൾ എളുപ്പമുള്ള പരിപാടിയാണ്. അടുത്തത് 7921. അപ്പൊ ഈ 7921 നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, 79 എന്നും 21 എന്നും. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. സോ സ്ക്വയർ റൂട്ടിന്റെ യൂണിറ്റ് ഡിജിറ്റ് 1 അല്ലെങ്കിൽ 9 ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ 1ഉം 9ഉം അവിടെ എഴുതി വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് പാർട്ട് നോക്കി, 79. 79ന്റെ തൊട്ടടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 81 ആണ്. തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ്? 64 ആണ് അല്ലെ? അപ്പൊ 81 എന്ന് പറഞ്ഞാൽ 9 സ്ക്വയർ ആണ്, 64 എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് എന്താണെന്ന് കിട്ടി? 8 ആണെന്ന് കിട്ടി. ഇനി സെക്കൻഡ് ഡിജിറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? 8 into 9 ചെയ്തു. 8 into 9 എന്താ? 72 ആണ്. അപ്പൊ 72 എന്ന് പറയുന്നത് എന്താണ്? 79 ആണ് വലുത് അല്ലെ? 79 is greater than 72. അപ്പൊ നമ്മൾ ഏത് ഡിജിറ്റ് എടുക്കണം? ഇവിടത്തെ ലാർജസ്റ്റ് ഡിജിറ്റ് എടുക്കണം. സോ നമുക്ക് എന്താ കിട്ടുക? 89. ദാറ്റ് ഈസ് 89 സ്ക്വയർ ആണ് എന്ത്? 7921 എന്ന് പറയുന്ന നമ്പർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിന്റെ പെർഫെക്റ്റ് സ്ക്വയർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. അപ്പം 3 ഡിജിറ്റിലെ ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. 784 നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 അല്ലെങ്കിൽ 8 ആയിരിക്കും വരുന്നത്. അടുത്തത് 7 ആണ്. 7 എന്ന് പറയുമ്പോൾ ഇവിടെ 9 ആയിരിക്കും. ഇവിടെ എന്താ വരിക? 7ന്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 4 തന്നെയാണ്. സോ ഇവിടെ 3 സ്ക്വയർ, ഇവിടെ എന്താ വരിക? 2 സ്ക്വയർ ആണ് വരിക. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് 2 ആണെന്ന് കിട്ടി. യൂണിറ്റ് ഡിജിറ്റ് ആണ് കൺഫേം ചെയ്യേണ്ടത്. അപ്പൊ 2ന് തൊട്ടടുത്തുള്ള നമ്പർ ഏതാണ്? 3 ആണ്. 2 into 3 6 ആണ്. അപ്പൊ ഇവിടെ ഏതാ വലുത്? 7 is greater than 6. അതുകൊണ്ട് തന്നെ ഇത് എന്തായിരിക്കും? 8 ആയിരിക്കും എടുക്കുക. ദാറ്റ് ഈസ് 28 സ്ക്വയർ ആണ് 784 എന്ന് പറയുന്നത്. അപ്പൊ മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് 2 ഡിജിറ്റിന്റെയും 3 ഡിജിറ്റിന്റെയും 4 ഡിജിറ്റിന്റെയും ഒക്കെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ടത് 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് വൃത്തിയായിട്ട് പഠിക്കുക. യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാണ് വരുന്നത്, സ്ക്വയർ റൂട്ടിന്റെയും സ്ക്വയറിന്റെയും യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കുക. അത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡും അറിയാമെങ്കിൽ എളുപ്പത്തിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.